എല്ലാവർക്കും കേളി മീഡിയയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ സീരിയൽ ഇഷ്ടപ്പെടുന്ന എല്ലാ കൂട്ടുകാരും കൂടെ കൂടിക്കോളൂ. നമ്മുടെ കുടുംബശ്രീ ശാരദ സീരിയലിൻ്റെ നാളത്തെ എപ്പിസോഡിലേക്ക് പോയാലോ? ഇന്നത്തെ എപ്പിസോഡ് എല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു. വളരെ മനോഹരമായ ഒരു എപ്പിസോഡായിരുന്നു. ശാലിനി രാഘവൻ നായരെ കാണാൻ വരുന്നതും അതുപോലെ നമ്മുടെ സുസ്മിതയും രോഹിത് ഇവരെല്ലാം കൂടെ വിഷ്ണുവിനോട്ട് ശാലിനിക്ക് ഇപ്പോൾ പണി കൊടുത്ത് അവർക്ക് തിരിച്ചു കിട്ടുമെന്ന്, അതുകൊണ്ട് വിഷ്ണുവിന് ഒരു പണി കൊടുക്കാമെന്നുള്ളതൊക്കെ അവർ തയ്യാറെടുപ്പുകൾ നടപ്പാക്കുകയാണ്. പിന്നീട് അതിനുശേഷം നമ്മുടെ വിഷ്ണുവും കമലിനും ലോറി ഓടിച്ച് ഫ്രൂട്ട്സും കൊണ്ട് പോവുകയാണ്. അങ്ങനെ പോകുന്ന വഴിക്ക് ഇവരിങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞ് അങ്ങ് പോവുകയാണ്. അപ്പോൾ വഴിയിൽ പോലീസുകാർ നിൽക്കുന്നത് കമലം കാണുന്നു. അപ്പോൾ കമലം പറയുന്നു, എന്തോ പന്തികേടുണ്ടല്ലോ ആശാനെ എന്ന് പറയുന്നു. അപ്പോൾ വിഷ്ണു പറയുന്നു, എന്താ പോലീസുകാരൊക്കെ നിൽക്കുന്നു. അങ്ങനെ പോലീസുകാർ കൈ നീട്ടുകയാണ്, നിർത്താൻ പറയുന്നു വിഷ്ണുവോട്. അപ്പോൾ വിഷ്ണു പറയുന്നു, എന്താ സാറേ ഇത്, എന്തിനാ ഈ ബുദ്ധിമുട്ടിക്ക്, ഇതിൽ ഫ്രൂട്ട്സേ ഉള്ളെന്ന് പറയുന്നു. അപ്പോൾ അടുത്ത് നിന്ന പോലീസുകാരൻ വിഷ്ണുവിൻ്റെ പേരെന്താണെന്ന് ചോദിക്കും. വിഷ്ണു എന്ന് പറയുന്നു. വണ്ടി നമ്പർ നോക്കുന്നു. അപ്പം അയാൾ പറയുന്നു, ഇത് തന്നെയാണ് സാറേ എന്ന് പറയുന്നു. അപ്പോൾ കമൽ ഇത് ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ പോലീസുകാരോട് മറ്റേ ഉദ്യോഗസ്ഥൻ പറയുന്നു, പോയി അതെല്ലാം ചെക്ക് ചെയ്യാൻ പറയുന്നു. അങ്ങനെ അവരത് കയറി ചെക്ക് ചെയ്യാണ്. ചെക്ക് ചെയ്യുന്ന സമയത്ത് കമലം പറയുന്നു, സാർ ഇതെന്തോ ഇതെന്തോ ഒരു പണിയാണ്, കണ്ട് അവരുടെ കയ്യിൽ ആശാൻ്റെ പേരും വണ്ടി നമ്പറും എല്ലാ ഡീറ്റെയിലും ഉണ്ട്, ആരോ നന്നായിട്ട് പണിതിട്ടുണ്ടെന്ന് പറയുന്നു. ഇത് നമുക്കിട്ടുള്ള പണി തന്നെയാണെന്ന് പറയുന്നു. അങ്ങനെ അവർ തപ്പിയിട്ട് 2 കന്നാസിൽ സ്പിരിറ്റ് എടുത്തുകൊണ്ട് വരികയാണ്. അപ്പോൾ പോലീസുകാരൻ പറയുന്നു, കുറേ നാളായി നീ പണി തുടങ്ങിയല്ലേ, ഞങ്ങൾക്കിത് ഇൻഫർമേഷൻ കിട്ടിയിട്ടാണ് ഇങ്ങനെ പിടിച്ചതെന്ന് പറയുന്നു. അങ്ങനെ 2 കന്നാസിൽ സ്പിരിറ്റുമായിട്ട് പോലീസുകാർ ഇറങ്ങുകയാണ്. ആ സമയത്ത് വിഷ്ണു തന്നെ അമ്പരന്ന് പോകുന്നു. കാരണം ഇത് എവിടെ നിന്ന് വന്നു എന്നൊന്നും അറിയാത്തൊരവസ്ഥ. അങ്ങനെ വിഷ്ണു ലോറിയിൽ നിന്ന് ഇറങ്ങി ഓടാൻ ശ്രമിക്കും. പക്ഷേ ഓടാനൊന്നും പറ്റത്തില്ല. പോലീസുകാരെല്ലാം എടുത്തിട്ട് പെരുമാറുകയാണ്. കാരണം ഏറ്റവും വലിയൊരു കേസാവുമല്ലോ അത്, കാരണം സ്പിരിറ്റ് കിടത്തുക എന്ന് പറഞ്ഞാൽ. ഇതേസമയം ശാലിനിയാണെങ്കിൽ വീട്ടിൽ ന്യൂസിൽ ഇതൊക്കെ കാണുകയാണ്. ഇങ്ങനെ ചന്ദ്രബോസ് കുറേ നാളുകളായി വിഷ്ണു ഇത് കുറേ നാളുകളായി ചെയ്യുന്ന പണിയാണെന്നും അതുപോലെ ചന്ദ്രബോസ് ഇതിൻ്റെ പുറകിലാണെന്നും ഒക്കെ പറഞ്ഞ് വാർത്തകളിൽ ഇങ്ങനെ മുഴങ്ങി കേൾക്കാൻ തുടങ്ങി. അപ്പോൾ ശാലിനി ശാലിനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. കാരണം ഇത് ശാലിനിക്കിനെയും കൂടെ ബാധിക്കുന്ന ഒരു പ്രശ്നമായി മൊത്തത്തിൽ മാറുകയാണ്. അപ്പോൾ ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും, വിഷ്ണുവിനെ ആര് രക്ഷിക്കും, ഇതൊക്കെ എങ്ങനെ ശരിയാകുമെന്നൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ അറിയാൻ പറ്റുള്ളൂ. അതുപോലെ ശാലിനിക്ക് ഇതിൽ കയറി ഇടപെടാൻ പറ്റുമോ, അതുപോലെ വിഷ്ണുവിനെ എങ്ങനെ രക്ഷിക്കും. ഇപ്പം അവരുടെ കൈകളിലാണ് വിഷ്ണു ഉള്ളത്. അപ്പോൾ ഇതിന് ശേഷം എന്താ സംഭവിക്കുന്നതൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പോൾ എല്ലാവരും അടുത്ത എപ്പിസോഡിനായി വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ, താങ്ക് യു.